ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്കൊരു മിക്സ്ചർ തയ്യാറാക്കിയാലോ. കുറച്ചേറെ പൊരികടലയും കപ്പലണ്ടിയൊക്കെ വറുത്തിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം. വൈകുന്നേരങ്ങളിൽ കഴിക്കാനും സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഒക്കെ ഈസി ആയിരിക്കും. നമുക്കത് ചെയ്തു തുടങ്ങിയാലോ. നിങ്ങളിത് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 6-7 സ്പൂണ് നമുക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ നല്ല ബ്രാൻഡിൻ്റെ വേണം നമ്മൾ കടലമാവ് മേടിക്കാൻ. നമ്മൾ സുപ്രീമിൻ്റെയാണ് മേടിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താൽ മതിയാവും. നമുക്കത് സാധാ വെള്ളത്തിൽ കുഴച്ചെടുക്കാം. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് അതുപോലെ കുഴച്ചെടുക്കാം. പിന്നെ കായപ്പൊടി കുറച്ചിട്ടാലും നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം. അവസാനം നമുക്ക് മുളക് പൊടിയുടെ കൂടെയും കുറച്ച് കായപ്പൊടി ചേർക്കാം. എന്നാലും മാവ് കുഴയ്ക്കുമ്പോഴും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാം. ഒരു 6-7 സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവല്ല, അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി, വേണമെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് അരിച്ച് ചേർത്താലും നല്ലതാവും. അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാം. സേവനാഴിയിലിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ, പിന്നെ കുറച്ച് ചെറിയ വലിയൊരു സൈസ് അച്ചുകൊണ്ട് ഇടിയപ്പത്തിൻ്റെ തന്നെ വലുതിനകത്ത് ചെയ്താലും മതിയാവും. നമുക്കിത് കടലമാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് പോവും. ആദ്യം സിമ്മി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷമേ പിഴിയാൻ പാടുള്ളൂ. പിഴിയുന്ന സമയത്ത് നമ്മൾ കുറച്ച് സിമ്മി വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ ചൂട് തട്ടും. അത് കഴിഞ്ഞിട്ട് മീഡിയം സൈസിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് കോരിയെടുക്കണം. അധികം മൂത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും കടലമാവായതുകൊണ്ട്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തിരിച്ചു വിട്ട് നമുക്ക് കോരിയെടുക്കാം. നമുക്കത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. മാവൊക്കെ നല്ല സ്മൂത്തായിട്ടാണ് വരുന്നത്. അതൊക്കെ എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് പിഴിഞ്ഞ് വെച്ചാലും മതിയാവും. ഇങ്ങനെ നമുക്ക് കുറച്ച് ഇട്ട് പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. അധികം സമയമൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ മിക്സ്ചറെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കപ്പലണ്ടിയും പൊരികടലയും വറുത്ത് ചേർക്കാം. ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കപ്പലണ്ടി വറുത്ത് കോരാം. വേണമെങ്കിൽ കുറച്ച് നമ്മൾ വറ്റലൊക്കെ വറക്കും, ഏത്തയ്ക്ക ഉപ്പേരിയൊക്കെ വറുക്കുമ്പം ചേർക്കുന്ന പോലെ ഉപ്പ് തളിച്ച് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വറുത്ത് കോരിയതിന് ശേഷം ചൂടോടെ ഉപ്പ് പുരട്ടിയാലും മതിയാവും. ഉപ്പും മുളകും കൂടെ നമുക്ക് കുറച്ചൊന്ന് നമ്മളൊന്ന് പുരട്ടിയെടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് വേണമെങ്കിൽ ഉപ്പിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ഇത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ച് പൊട്ടി തുടങ്ങുമ്പോൾ കോരിയെടുക്കണം. ഇത് പച്ച കപ്പലണ്ടി ആയതുകൊണ്ട് തൊലിയോട്ടുള്ളതാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തൊലിയൊന്നും പ്രശ്നമില്ല. നല്ല പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നമ്മൾ പൊരികടലപ്പരിപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി, എണ്ണയിലാണ് വറുത്തിരിക്കുന്നത്, ചെറുതായി ഒന്ന് അനത്തിയെടുത്താലും അതൊരു പ്രത്യേക മണം ഉണ്ടാവും. അല്ലെങ്കിൽ പച്ച പോലെ ഇരിക്കും. ഒന്ന് അനത്തിയെടുത്താൽ മതിയാവും, ചെറു ചൂടോടെ. അധികം മൂത്ത് പോരുത്. അത് വെളിച്ചെണ്ണ വറുത്തെടുക്കണമെങ്കിൽ വെറുതെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. നമ്മുടെ കപ്പലണ്ടിയും പൊരികടലയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഒന്ന് ചൂടായിട്ട് കോരിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂക്കുമ്പോൾ അതും കോരിയെടുക്കാം. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതും എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർക്കാം. കപ്പലണ്ടിയും പൊരികടലയും നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുത്തതും ചേർത്ത് ഒരുമിച്ച് കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചേ ഉള്ളൂ, ചൂടാക്കിയതേ ഉള്ളൂ. വെച്ചിരിക്കുന്ന പൊരികടലയും കപ്പലണ്ടി വറുത്തതും എല്ലാം നമുക്ക് ഒരുമിച്ച് ചേർക്കാം. നല്ല ചൂടോടെ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി
കറിവേപ്പില എല്ലാം നമ്മൾ ചേർത്ത് വെളുത്തുള്ളി എല്ലാം മൂത്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് പൊടിയും ചേർക്കാം. നമ്മൾ കുറച്ച് കായം മാവിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കായവും ഉപ്പും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഉപ്പ് ഇച്ചിരി കുറച്ചുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ഒരുപാട് ഉപ്പ് കൂടിയാലും ടേസ്റ്റ് പോകും. എന്നാൽ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മുടെ മിക്സർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനാണെങ്കിൽ. നമുക്ക് പക്ഷേ ധാരാളം നമുക്കത് കഴിക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല പ്രത്യേകതയാണ് നമ്മുടെ മിക്സറിന്. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.